ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു വാട്ട് ഇൻസൈഡ് മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ചെയ്യാമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം വീഡിയോയിലോട്ട് പോകാം. ഞാൻ മോസ്റ്റ് ഓഫ് എവിടെ പുറത്തു പോവുകയാണെങ്കിലും ഞാൻ ഈ ഒരു ബാഗ് അയച്ചാൽ പോലും, കാരണം എൻ്റെ ഒരു കംഫർട്ട് ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നല്ലൊരു കംഫർട്ടായിട്ടുള്ള ബാഗാട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ചെറിയ സിബാട്ടോ, ഒരു 10 രൂപ. പിന്നെ ടിക്കറ്റാണ് ഗൈസ്. ഇത് ഞാൻ കുറേ മുമ്പ് 2/6/2026 പോന്ന ടിക്കറ്റാട്ടോ. ട്രെയിനിൽ മറ്റേ എറണാകുളത്ത് നിന്ന് വന്ന ടിക്കറ്റാണ്. ഞാൻ ബാഗ് അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. പിന്നെ എൻ്റെ ഒരു വാലറ്റാണുള്ളത്. തിരിച്ചൊന്നുമില്ല, കുറേ കാർഡ്സ് കാര്യങ്ങൾ, അത്ര വാലറ്റാണുള്ളത്. പിന്നെ ഇതിലൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സൈഡിൽ നോക്കാം. കവർ ഗൈസ്, കോട്ടൊക്കെ നനഞ്ഞാൽ ഇടാൻ വേണ്ടി എടുക്കുന്നതാണ് ഇത്. പിന്നെ ഇവിടെ വാച്ച്. ഞാൻ വാച്ച് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഞാൻ വാച്ച് മിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, കഴിച്ച് കണ്ട് ബാഗിലിടും. അതാകുമ്പോൾ നമുക്ക് പോകുമ്പോൾ മിസ്സാവില്ല. എപ്പോഴും മിസ് ചെയ്യും. ഞാൻ എവിടെ പോകുകയാണെങ്കിലും വാച്ച് ഇടാൻ ഭയങ്കര മറക്കും. അപ്പം ബാഗിലിടും. എൻ്റെ ഒരു ലിപ്സ്റ്റിക് പിന്നെ എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. കാരണം ഗേൾസ് എല്ലാവരും അങ്ങനെ ആണല്ലോ. പിന്നെ ഇതിലൊന്നുമില്ല. നമുക്കപ്പം നമ്മളെ വലുതിലേക്ക് പോവാം. ഇനി ഈ ഒരു ജിബും കൂടെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഫസ്റ്റ് എൻ്റെ ഫയല്. ഇത് ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പം അങ്ങനെ പുറത്ത് പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഫസ്റ്റ് ഇത്. പിന്നെ ഒരു സൺസ്ക്രീന് ഇതും എൻ്റെ ബാഗിലുണ്ടാവും കേട്ടോ. ഞാൻ അപ്പോൾ പുറത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വന്ന് അപ്പം തന്നെ എടുക്കാം കേട്ടോ. അതാണ് ഇങ്ങനെ. പിന്നെ ചാർജർ ഗൈസ്, ഇതിൻ്റെ ഇങ്ങനത്തെ ചാർജർ ആയതുകൊണ്ട് അതിന് എനിക്ക് 3 പിന്നിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പോണോടും ഞാൻ എന്ത് ചെയ്യും, 3 പിന്നും നമ്മൾ കാരണം എനിക്ക് ഈ ചാർജർ കൊണ്ടുപോയിട്ട് എനിക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് വേണം. കാരണം ഇങ്ങനത്തെ പ്ലഗ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പം ഞാൻ എപ്പോഴും നോക്കുമ്പം ഈ 3 പിന്നി ആവും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കും. കാരണം ഇതാണ് അത്. അപ്പം ഇതിന് ഇത് 2 സാധനം ഉണ്ടാവും എപ്പോഴും. പിന്നെ ഹെഡ്ഫോൺ. അപ്പം ഞാൻ അധികം പുറത്ത് പോകുമ്പോൾ എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട് ഹെഡ്ഫോൺ. പിന്നെ ഒരു പവർ ബാങ്ക്. ചാർജ് ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവില്ല. ചാർജ് ഇല്ല, പക്ഷെ എപ്പോഴും ഞാൻ കൊണ്ടെടുക്കുന്ന ഒരു പവർ ബാങ്ക് ആട്ടോ. പിന്നെ ഒരു റിബൺ. ഇതെന്തിനാണെന്നറിയില്ല, ബാഗിലുണ്ട്. പിന്നെ ഒരു സ്പെക്സ്. അങ്ങനെ എനിക്ക് കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെക്കാനും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വെയിലൊക്കെ ആകുമ്പോൾ വെക്കുന്ന കേട്ടോ. പിന്നെ ഒരു പെന്ന്, ഐലൈനർ. ഇത് ഞാനങ്ങനെ കൊണ്ടെടുക്കാറില്ല, കാരണം ഞാൻ യൂസ് ചെയ്യാൻ വീട്ടിൽ നിന്നിട്ട് പോകാറാണ്. ഇങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു സൺസ്ക്രീന്. പിന്നെ കുറച്ച് ടിഷ്യൂ, യൂസ്ഡ് ടിഷ്യൂ അല്ല കേട്ടോ, യൂസ് ചെയ്യാത്ത ടിഷ്യൂസാണ്. പിന്നെ ഒരു ലിപ് ബാം. പിന്നെ ഒരു എയർപോർട്സ്. പിന്നെ വീണ്ടും ഒരു ലിപ്സ്റ്റിക്ക്. ഫേസ് കാനഡ തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് യൂസ് ചെയ്യൽ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇതന്നെ യൂസ് ചെയ്യൽ. അടിപൊളിയാട്ടോ. അതേമാതിരി തന്നെ ഈ സൺസ്ക്രീൻ അടിപൊളിയാട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവശ്യം. അടിപൊളി സൺസ്ക്രീനാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞ് ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചാ.